അപ്പോൾ ആരെക്കുറിച്ചാണ് ആമുഖമായി പറഞ്ഞത് എന്ന് പ്രേക്ഷകർ ഇതിനോടകം മനസ്സിലായി കാണും. ഫിഫ ലോകകപ്പിൽ ഫൈനൽ ലക്ഷ്യമിട്ട് അർജന്റീനയും ഇംഗ്ലണ്ടും മുഖാമുഖം വരികയാണ്. അല്പസമയത്തിനകം, കൃത്യമായി പറഞ്ഞാൽ 12:30 അറ്റ്ലാന്റയിലാണ് ഈ രണ്ടാം സെമി മത്സരം നടക്കുന്നത്. 23ാം ഫിഫ ലോകകപ്പിന്റെ കലാശപ്പോരിൽ സ്പെയിനിന്റെ എതിരാളികൾ ആരാണ് എന്നറിയാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ലോകമെമ്പാടുമുള്ള ആരാധകർ, അർജന്റീന ആരാധകർ, ഒപ്പം തന്നെ ഇംഗ്ലണ്ട് ആരാധകരെല്ലാം തന്നെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. ഒരു നല്ല മത്സരം ഉണ്ടാകുമെന്നാണ് ഫുട്ബോൾ പ്രേമികളെല്ലാം പ്രതീക്ഷിക്കുന്നത്. ആ മത്സരത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നതിന്റെ അപ്ഡേറ്റുകൾ വരും മിനിറ്റുകളിൽ ലഭ്യമാവുകയും ചെയ്യും. യെസ്, അപ്പോ എങ്ങനെയായിരിക്കും ടീമിന്റെ വിന്യാസം, എന്താണ് ഒരു ലൈനപ്പ് എന്ന് വിശദമായി നമുക്ക് നോക്കാം. ആദ്യം അർജന്റീനയുടെ ആദ്യ 11 അത് ഏത് രീതിയിലാണ് എന്ന് കൂടി വളരെ പെട്ടെന്ന് നോക്കാം. ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് തന്നെയാണ് അവരുടെ ഏറ്റവും സ്റ്റാർ ആയിട്ടുള്ള അവരുടെ ഗോൾ കീപ്പറാണ്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അയാളെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഡിഫൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ മൊളീന, റൊമേറോ, ലിസാൻഡ്രോ മാർട്ടിനസ്, ടാഗ്ലിയാഫിക്കോ, ഈ ആൾക്കാർ തന്നെയാണ് ഡിഫൻസിൽ ഉണ്ടാവുക. പ്രതിരോധ നിരയിൽ അവർ കൃത്യമായി വിന്യാസം നടത്തുകയും ചെയ്യുമെന്ന് നമുക്ക് കരുതാം. ഇനി മിഡ്ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സിമിയോണി, പാരഡസ്, മെക്കലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ് ഇവർ ഒരുക്കുന്ന ആ ഒരു മധ്യനിര അത് ഏറെ കരുത്തുറ്റ തന്നെയാണ്. ഇംഗ്ലണ്ട് പോരാളികൾക്ക് അതൊരു പക്ഷേ വലിയ വെല്ലുവിളി ഉയർത്തുകയും ചെയ്യും. ഇനി അറ്റാക്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ മെസ്സി, ഹുലിയൻ അൽവാരസ് ഇവർ ഒരുക്കുന്ന ആ മുന്നേറ്റം അത് തടയാൻ ഇംഗ്ലീഷ് പടയ്ക്കാകുമോ, അവരുടെ പ്രതിരോധത്തിനാകുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഇതാണ് ഒരു എക്സ്പെക്ടിംഗ് 11 നേരത്തെ നമ്മൾ പ്രഖ്യാപിച്ചത്. ഇത് തന്നെയായിരിക്കും വിന്യാസം എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. ഇനി നമുക്ക് മറു സൈഡിലേക്ക് വരാം. ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ട് എന്താണ്, ഏത് രീതിയിലാണ് ആ പ്ലേയിങ് 11 ഉണ്ടാകുന്നത് നോക്കാം. ഗോൾ കീപ്പർ നമുക്ക് നോക്കാം. പിക്ഫോർഡ് തന്നെയായിരിക്കും ഗോൾ കീപ്പറായി വരിക എന്നത് ഉറപ്പാണ്. ഇനി ഡിഫൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ റെസി ജെയിംസ്, സ്റ്റോൺസ് ഉണ്ട്, ഒപ്പം സ്പെൻസ് ഉണ്ട്. ഇവരെല്ലാം തന്നെ ഒരുക്കുന്ന ഒരു ഡിഫൻസ് നിര അത് കരുത്തുറ്റ തന്നെയാണ്. അർജന്റീനയ്ക്ക് അത് മെസ്സിക്ക് ഒരു പക്ഷേ ഒരു പൂട്ടൊരുക്കാൻ അവർക്ക് കഴിയുമെന്ന പ്രതീക്ഷയാണ് ലോകമെമ്പാടുമുള്ള ഇംഗ്ലീഷ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ മത്സരങ്ങളെല്ലാം തന്നെ ഒരു മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ ആ ടീമിന് അതിനൊരു ഒത്തിണക്കം ഉണ്ടാക്കിയെടുക്കാൻ ഇംഗ്ലണ്ട് ടീമിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഹാരി കെയിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വന്ന ഒരു ടീമിന് പിന്നീട് ആ കളികളിലുടനീളം വെച്ചു പുലർത്തിയ ഒരു ഒത്തൊരുമ അത് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് എന്ന് ഫുട്ബോൾ ലോകം വിലയിരുത്തുന്നുമുണ്ട്. ഇനി മിഡ്ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ റൈസ്, ആൻഡേഴ്സൺ ഇവർ ഒരുക്കുന്ന ഒരു മിഡ്ഫീൽഡുണ്ട്. ഏറ്റവും ഒടുവിൽ ഫോർവേഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മികച്ച നിര തന്നെയാണ്. അതിൽ ഈ പറയുന്നത് പോലെ ജോർദനുണ്ട്, ബെല്ലിംഗ്ഹാമിന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ കളികളിലൊക്കെ മികച്ച ഫോമിലേക്ക് ഉയർന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി സ്റ്റാർ സ്ട്രൈക്കർ ഹാരി കെയിൻ ഏറ്റവും മുന്നിൽ ആ പടം നയിക്കാനുണ്ട്. ഹാരി കെയിനിലേക്ക് പന്തെത്തിക്കുക എന്നത് മറ്റുള്ളൊരു ചുമതലയാണ്. പക്ഷേ ആ കളി രീതിയൊക്കെ കുറെ മാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കെയിനെ മാത്രം ഡിപ്പെൻഡന്റ് അല്ല ഇംഗ്ലണ്ട് ടീം ഇപ്പോഴുള്ളത്. അവരൊരു ടീം എന്ന നിലയിൽ ഏറെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഏറെ മുന്നേറിയിട്ടുണ്ട് എന്ന് ഫുട്ബോൾ ലോകം പറയുന്നുമുണ്ട്. അപ്പോൾ ഒരു മികച്ച പോരാട്ടം ഈ സെമിയിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.